വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കാം. ഹൈദരാബാദി ചിക്കൻ ബിരിയാണി. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: വെളുത്തുള്ളി, ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു തുടം വെളുത്തുള്ളി, പച്ചമുളക് 6 എടുത്തിട്ടുണ്ട്, മല്ലിയില, പുതിനയില. ഇത്രയും സാധനങ്ങൾ കൂടി അരച്ചെടുക്കണം. ചിക്കൻ വലിയ പീസായിട്ടാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർക്കാം. ഇതിലേക്ക് മല്ലിയില അരിഞ്ഞത് 1 കപ്പ്, പുതിനയില അരിഞ്ഞത് 1 കപ്പ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ, പിന്നെ കേടാണ് ചേർക്കുന്നത്, തൈര്, നിലക്കട്ട തൈര്, അധികം പുളിയില്ലാത്ത തൈരാണിത്. തൈര് 1 കപ്പ് ചേർക്കും. 1 കപ്പ് തൈരാണ് ഞാനിതിലേക്ക് ചേർത്തത്. ഒരു 1 kg ചിക്കനുണ്ട്, അതിലേക്ക് 1 കപ്പ് തൈര് ചേർത്തു. ഇനി ഇത് നന്നായിട്ട് കൈകൊണ്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക മസാലയൊക്കെ. ഇതിലേക്ക് ഒരു സ്പെഷ്യൽ മസാല ഉണ്ട്. ഇതിപ്പോൾ സാധാരണ നമ്മളൊക്കെ ഉണ്ടാക്കുന്ന ചിക്കൻ ബിരിയാണി മസാലയാണ്. ഇതിലേക്ക് ഹൈദരാബാദി മസാല നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതിനായിട്ട് ഇത് കുരുമുളക്, ചെറിയ ജീരകം, സാജീരകം എന്ന് പറഞ്ഞ ജീരകമുണ്ട്. ഈ ചെറിയ ജീരകം പോലെ തന്നെ ഇരിക്കും. ഇത് ചെറിയ ജീരകം. ഇതല്ല, ഇത്തിരി കൂടി നീളം കൂടിയത്, വേറൊരു ടേസ്റ്റാണ്. നമ്മളത് ചവയ്ക്കുമ്പോഴൊക്കെ വേറൊരു ടേസ്റ്റാണ്. അതാണ് സാജീരകം. ഇതാണ് മെയിനായിട്ട് ഇതിനകത്തുള്ള മസാല. ഇത് 3 കൂടി പൊടിച്ചെടുക്കണം. ഇത് 3 കൂടി പൊടിച്ച മസാല നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ കൂട്ടിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി വെക്കണം. ഇതെല്ലാം കൂടി ഒന്നിച്ചാണ് ചെയ്യേണ്ടത്. ഈ മസാല ഉണ്ടാക്കാൻ ഡിലേ ആയതുകൊണ്ട് മാത്രം ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് തലേദിവസം തന്നെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് ബിരിയാണി ഉണ്ടാക്കാം. എത്ര സമയം ഇരിക്കുന്നോ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ 1 hour വയ്ക്കുന്നുണ്ട്. ഈ പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ചിട്ടുണ്ട് 1 ടീസ്പൂൺ, നെയ്യ് 1 ടീസ്പൂൺ ഇട്ടു, 2 ടീസ്പൂണായി. ഇതിലേക്ക് സവാള ഇട്ട് നല്ല ബ്രൗൺ കളറിൽ വറുത്തെടുക്കണം, ഗോൾഡൻ ബ്രൗണിൽ വറുത്തെടുക്കണം. സവാള വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടും. സവാള ബ്രൗൺ കളറായ ശേഷം നമ്മൾ എന്നിട്ടാണ് കുക്കിംഗ് തുടങ്ങുന്നില്ല. ഈ മാരിനേഷനകത്ത് സവാള ഈ ഗോൾഡൻ ബ്രൗണിലെടുത്തിട്ട് ഇതും ചേർത്താണ് ഇളക്കി വെക്കുന്നത്. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് ഈ ചിക്കൻ കുറേ സമയം വെക്കണം. കുറഞ്ഞത് 1 hour എങ്കിലും വെക്കണം. എന്നിട്ടേ ഇത് കുക്ക് ചെയ്യാവുള്ളൂ. ഇത് ഞാനിപ്പം ഇതിൽ തന്നെ കുക്ക് ചെയ്യുന്നതുകൊണ്ട് തീ ഓഫ് ചെയ്തിട്ട് ആ സവാള വറുത്ത എണ്ണയിലേക്ക് ചിക്കൻ ഇട്ട് ഇളക്കി ഒന്ന് വെച്ചു. ആ പാത്രത്തിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അതിൽ ഇളക്കി വെച്ചത്. അടുപ്പിൽ വെച്ചിട്ടില്ല, വെറുതെ മൂടി വെച്ചേക്കാണ്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. റൈസിന് ഈ സ്പൈസസ് എല്ലാം എടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക, ബിലെറ്റ്സ് ആൻഡ് ജാതിപത്രി, ചെറിയ ജീരകം, സാജീരകം, കുരുമുളക് എല്ലാം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം തിളയ്ക്കുന്ന വെള്ളത്തിലേക്കിട്ടു. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. നമ്മൾ ചോറിനുള്ള ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് കൂടുതലായിട്ട് തോന്നുന്ന പോലെ വേണം ചേർക്കാൻ, എങ്കിലേ ചോറിന് കറക്റ്റ് ഉപ്പ് കിട്ടുകയുള്ളൂ. അപ്പോൾ അരി ഇട്ടു. ഈ അരി കഴുകി കുതിരാൻ വെച്ചിരുന്നതാണ്. ഇതിലേക്ക് ലെമൺ ജ്യൂസ് 1 ടീസ്പൂൺ ചേർത്തു. എന്നിട്ട് ഇളക്കി മൂടി വെച്ച് വേവിക്കുക. ഇതൊരു 1/4 ഭാഗം വെന്താൽ മതി. എന്നിട്ട് എടുക്കണം. ഇതിപ്പം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ വെച്ചേക്കുന്നത്. മൊത്തം 4.5 ഗ്ലാസ് വെള്ളം, 3 ഗ്ലാസ് അരി. ഇതിപ്പം 1/4 വേവായിട്ടുണ്ട്. ഇതിലേക്ക് ഈ സമയത്ത് കുറച്ച് നെയ്യ് ചേർക്കണം. നെയ്യ് ചേർത്ത് ഇളക്കുമ്പോൾ നെയ്യുടെ ടേസ്റ്റ് നന്നായിട്ട് ചോറിലേക്ക് പിടിക്കും. എന്നിട്ട് ഒരു 5 മിനിറ്റ് കൂടെ മൂടി വെച്ച് കഴിയുമ്പോൾ നമ്മൾ പാകത്തിനുള്ള 1/4 വേവാകും. ഈ വേവിൽ ആണ് ഈ ചോറെടുക്കേണ്ടത്. ഇനിയും ഈ ചിക്കൻ അടുപ്പിലേക്ക് വയ്ക്കാം.
ജസ്റ്റ് വെച്ചതേ ഉള്ളൂ. പച്ച ഇറച്ചിയാണ്. ഇതിൻ്റെ മുകളിലേക്ക് നെയ്യ് 1 ടീസ്പൂൺ ഒഴിച്ചു, കുറച്ച് മല്ലിയില പുതിനയില ഇട്ടു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചോറ് ഇടും. ഇട്ടിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നില്ല, ചിക്കൻ കുക്ക് ചെയ്തിട്ടില്ല, കുക്ക് ചെയ്യാൻ വെച്ചതേ ഉള്ളൂ. അതിൻ്റെ മുകളിലേക്ക് വേവിച്ച ചോറ്, 1/4 ഭാഗം വേവിച്ച ചോറ് ഇടുകയാണ്. ചോറ് മുഴുവൻ ഇട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നന്നായിട്ട് ദമ്മിടണം. ദമ്മിലാണ് ഈ സാധനം ചിക്കനൊക്കെ വെന്ത് വരേണ്ടത്. ചിക്കനും ചോറുമെല്ലാം ഒന്നിച്ച് വെന്ത് വരും. ഇതിന് മുകളിലേക്ക് ഇനി കുറച്ച് മല്ലിയില പുതിനയിലയൊക്കെ ഇട്ട് കൊടുക്കണം. നെയ്യ് 1 ടീസ്പൂണും കൂടി ഇടണം. ഗരം മസാലയാണ്, ഗരം മസാല തൂവി കൊടുക്കുക. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാള എന്നത് ഗോൾഡൻ ബ്രൗണിൽ അത് കുറച്ചെടുത്ത് അതിന് മുകളിലിടുക. ഇനി ഇതിലേക്ക് സാഫ്രോൺ പാലിൽ കലക്കിയിട്ട് ചേർക്കാം. ഞാനിത് മഞ്ഞൾപ്പൊടി പാലിൽ കലക്കി ചേർക്കുകയാണ്. ഇനി ലെമൺ ജ്യൂസ് 1 ടീസ്പൂൺ ഒഴിക്കാം. ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് പ്ലസ് ഒരു ടീസ്പൂൺ റോസ് വാട്ടർ. എല്ലാമായി ഇനി ഇത് മൂടി വെച്ച് ചെറിയ തീയിൽ വേവിക്കണം. സാധാരണ പോലെ സ്റ്റൗവിൽ വെച്ച് വേവിക്കണം. ചെറിയ തീയെ കൊടുക്കാവുള്ളൂ, അല്ല അടി പിടിക്കും. ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് വെന്ത ശേഷം നമ്മൾ അടിയിൽ ഈ ദോശക്കല്ലുണ്ടല്ലോ, ഇരുമ്പിൻ്റെ ദോശക്കല്ല് വെച്ചിട്ട് ഗ്യാസിന് മുകളിൽ ഇരുമ്പിൻ്റെ ദോശക്കല്ല് വെച്ചിട്ട് അതിന് മുകളിൽ തവയെടുത്ത് വെച്ച് കുക്ക് ചെയ്യണം. ദമ്മിടണം. ദമ്മിടാൻ വെച്ചതിന് ശേഷം അങ്ങനെ പിന്നെ ഒരു 15 മിനിറ്റും കൂടി ഇരുന്ന് മൊത്തം 30 മിനിറ്റ്സ് ഇരുന്നാൽ മതി. ഇത് കുക്കായിക്കോളും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഇളക്കി നോക്കാം. ചോറൊക്കെ ഇപ്പോൾ കറക്റ്റ് പാകമാണ്. ചോറൊന്നും ഊട്ടിപ്പിടിച്ചിട്ടില്ല, നന്നായിട്ട് നല്ല വിട്ടാണ് ഇരിക്കുന്നത്. കറക്റ്റ് പാകത്തിന് ഇട്ടിട്ടുണ്ട്. ചിക്കൻ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ചിക്കൻ മസാല നന്നായിട്ട് വെന്ത അടിയൊക്കെ നല്ല ബ്രൗൺ കളറാകും. നമ്മൾ ഇട്ടത് ശരിക്കും യെല്ലോ കളറിലല്ലേ, അത് നല്ല ബ്രൗൺ കളറായി നന്നായിട്ട് ആയിട്ടുണ്ട്. നല്ലൊരു മണമാണ് ഈ ബിരിയാണിക്ക്. ഈ ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇമ്മി ബിരിയാണിയാണ്, ടേസ്റ്റ് ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യുന്നവരെ മൂടി വയ്ക്കാം. അതിനുശേഷം സെർവ് ചെയ്യാം. ഇതിങ്ങനെ ഇളക്കി ഒന്ന് കൊടുത്തിട്ട് വേണം മൂടി വയ്ക്കാൻ, അല്ലെങ്കിൽ കട്ടയാകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കുക, ഇത്രയേ ഉള്ളൂ. ഒത്തിരി ഇതാക്കരുത്, ചെറുതായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ട് സെർവ് ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഹാവ് എ നൈസ് ഡേ. ബൈ.